അപ്പോൾ നമുക്ക് പ്രാർത്ഥന ചൊല്ലി ക്ലാസ് ആരംഭിക്കാം. ഓം ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഓം സം സരസ്വത്യോ നമ. ഓം ഗുരുഭ്യോ നമ. ഓം പിതൃഭ്യോ നമ. ഓം സൂര്യാദി സർവഗ്രഹേഭ്യോ നമ. മൂർത്തിത്വേ പരികൽപ്പിതശശവൃതോ ആത്മാ പുനർജന്മനാ ആത്മേത്യാത്മവിതാം കൃതിശ്ചേതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതിവിശാനേകദായ ശ്രുതോ വാജന്മസോദനൈരണസ്ത്രൈലോക്യദീപോ രവി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ നമുക്ക് തുടങ്ങാം സാറേ. അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പാഠഭാഗം 6-ാമത്തെ പാഠഭാഗമാണ്. അതിൽ ധൂമാദി പഞ്ചസ്ഫുടങ്ങളാണ്. ഈ ധൂമാദി പഞ്ചസ്ഫുടങ്ങളൊക്കെ അഡ്വാൻസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് ക്ലാസ്സുകളിൽ വരുന്ന സാധനമാണ്. പക്ഷെ എൻ്റെ കൺസെപ്റ്റിൽ ഇത് ജാതകത്തിൽ കൃത്യമായിട്ട് ഇത് രേഖപ്പെടുത്താറുണ്ട്. ഞാൻ ധൂമാദി പഞ്ചസ്ഫുടങ്ങൾ നമുക്കൊരു വ്യക്തിയുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ധൂമാദി സ്ഫുടങ്ങൾ ഈ സംശയം വരുന്ന ഭാഗത്ത് നോക്കിയാൽ അത് മനസ്സിലാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൂമാദി പഞ്ചസ്ഫുടങ്ങൾ ജാതകരചനയിൽ തന്നെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. പഠിക്കണമെന്ന് നമ്മൾ നിശ്ചയിക്കുന്നത്. ഞാൻ നോട്ടിൽ അതുകൂടി ഉൾപ്പെടുത്തിയേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ധൂമാദി പഞ്ചസ്ഫുടം, ധൂമം ആദിയായിട്ടുള്ള 5 സ്ഫുടങ്ങൾ, 5 ഉപഗ്രഹങ്ങൾ എന്ന സങ്കല്പത്തിലുള്ള 5 ഗ്രഹങ്ങളിലെ സ്ഫുടങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ധൂമം, വ്യതിപാതം, പരിവേഷം, ഇന്ദ്രജാപം, ധൂമകേതു, ഇങ്ങനെയാണ്. അങ്ങനെ 5 പഞ്ചധൂമങ്ങൾ, 5 ധൂമങ്ങൾ. ഇവ മറ്റ് നവഗ്രഹ ജ്യോതിസുകളിലെ ബഹിരാകാശത്തിൽ പ്രകാശിക്കുന്ന ഗോളങ്ങൾ, അതിന് തുല്യമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉപഗ്രഹങ്ങളായിട്ടോ കരുതപ്പെടുന്ന ചില പ്രത്യേക കാലയളവിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളായിട്ടല്ല ഇതിനെ സങ്കല്പിക്കുന്നത്. ചില പ്രത്യേക കാലയളവിൽ ബഹിരാകാശത്ത് പ്രത്യക്ഷപ്പെടുകയും ജീവജാലങ്ങളിൽ സദാ മാരകമായിട്ടുള്ള അനുഭവവിശേഷങ്ങൾ ഉളവാക്കുന്ന രീതിയിൽ ശക്തിവിശേഷം ഉൾക്കൊണ്ട് സൂര്യനെ ചുറ്റിപ്പറ്റി കഴിയുന്ന സൂര്യ തേജസ് എന്ന് പരിഗണിക്കാവുന്ന കാര്യങ്ങളാണ്. സൂര്യൻ്റെ ഈ പ്രകാശ വലയം അല്ലെങ്കിൽ പ്രകാശഗോളങ്ങൾ, ഇതിന് പല തലത്തിൽ ഇതിനെ വിവക്ഷിക്കാറുണ്ട്. നമുക്ക് ഇതൊരു ഗോളമാണെന്ന് പോലും ഉറപ്പില്ല. എന്നിരുന്നാലും നമ്മുടെ ഋഷീശ്വരന്മാർ ഇവിടെ ഞാൻ പറയുകയായിരുന്നു, ഒരാളൂടെ ക്ലാസ്സിലേക്ക് വന്നു. മറ്റ് പലർക്കും ഈ ആബ്സെൻ്റ് ആണ് ഒരുപാട് പേര്. അപ്പോൾ എന്തായാലും നമ്മൾ ക്ലാസ് തുടരുകയാണ്. ഇന്ന് ധൂമാദി പഞ്ചസ്ഫുടങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അഡ്വാൻസ് ക്ലാസ്സുകളിലാണ് സാധാരണ മറ്റുള്ളവർ പഠിപ്പിക്കുന്നത്. ജാതക വിശേഷത്തിൽ, ജാതക രചനയിൽ തന്നെ ഇത് പഠിക്കണമെന്നുള്ളത് ആണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരുപാട് ഇതിനകത്ത് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ജാതക രചനയുടെ 6-ാമത്തെ പാഠമായിട്ട് തയ്യാറാക്കി നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ധൂമാദി പഞ്ചസ്ഫുടം എന്ന് പറയുന്നത് മറ്റ് നവഗ്രഹങ്ങൾ ഉള്ളതുപോലെ ഗോളാകൃതിയിൽ ഗ്രഹങ്ങളായിട്ടോ ഉപഗ്രഹങ്ങളായിട്ടോ എങ്ങനെയാണെന്നുള്ള സങ്കല്പം അത് വ്യക്തമല്ല. എന്നിരുന്നാലും നമ്മുടെ ഋഷീശ്വരന്മാർ അത് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഇതിനെ കണ്ടിരുന്നത്. സൂര്യനെ ചുറ്റിപ്പറ്റി ഈ കഴിയുന്ന സൂര്യൻ്റെ തേജസ്സുകളായിട്ടാണ് അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അത് ഉപഗ്രഹങ്ങളാകാം. അങ്ങനെയാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ ചിന്താഗതിയിൽ. ഇത് അൾട്രാ വയലറ്റ് പോലെ മാരകശക്തി ഉൾക്കൊള്ളുന്ന സൂര്യരശ്മികളെയാണ് അവർ ഈ ധൂമാദി പഞ്ചകേതുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഒരു എനർജി കൊണ്ട് അല്ലെങ്കിൽ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് രൂപപ്പെടുന്നതായിട്ടുള്ള ഗോളാകൃതി, അതും നമ്മളുടെ ഭൂമിയിലെ മനുഷ്യർക്ക് ദോഷകരമോ ഗുണകരമോ ഒക്കെ ആയിട്ടുള്ള നിർണായക സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ മാരകശക്തി ഉൾക്കൊള്ളുന്ന സൂര്യരശ്മികളെയാണ് ഈ ധൂമാദി പഞ്ചസ്ഫുടങ്ങൾ എന്ന് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഗണിച്ച്
ഇതിൻ്റെ രാശിസ്ഥാനാദികൾ കൽപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് സൂര്യസ്ഫുടം കൊണ്ടാണ് ഈ 5 കാര്യങ്ങളും കൽപ്പിച്ച് നമ്മൾ ഗണിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സൂര്യാംശകങ്ങൾ എന്നും വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഭാരതീയമായിട്ടുള്ള ശാസ്ത്രദൃഷ്ടിയിൽ ഈ പഞ്ചധൂമാദികളെ ശാസ്ത്രീയ നാമത്തിൽ, നമ്മളുടെ ഭാരതീയമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പേര് അർക്കാത്മജന്മാർ എന്നാണ് വിളിക്കുന്നത്. അതായത് സൂര്യപുത്രന്മാർ എന്ന് വിളിക്കുന്നു. അപ്പോൾ സൂര്യൻ്റെ പുത്രന്മാർ എന്നുള്ള ഇതാണ്. അപ്പോൾ സൂര്യൻ്റെ പ്രകാശവലയങ്ങളാകാം, അല്ലെങ്കിൽ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ ഗോളങ്ങളാകാം. അപ്പം എന്തായാലും പ്രകാശം പരത്തുന്ന ഗോളങ്ങൾ തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ ഈ ധൂമം ആദിയായിട്ടുള്ള പഞ്ചസ്ഫുടങ്ങൾ, ധൂമം, വ്യതിപാതം, പരിവേഷം, ഇന്ദ്രജാപം, ധൂമകേതു, ഇങ്ങനെയാണ് ഓരോ ഈ ഈ ഗ്രഹങ്ങളുടെയും സ്ഫുടങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പോൾ ജനന സമയത്തിന് ഗണിച്ചെടുക്കുന്ന സൂര്യസ്ഫുടം 4, നമ്മൾ ആദ്യം സൂര്യസ്ഫുടം കാണാൻ പഠിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചന്ദ്രസ്ഫുടം, സൂര്യസ്ഫുടം തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാനത് വീഡിയോ അയച്ചിരുന്നു. അത് പിന്നീട് സംശയ നിവൃത്തിക്കായിട്ട് ലൈവ് ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആരും സംശയങ്ങളൊന്നും ചോദിച്ചില്ല. അതുകൊണ്ട് തന്നെ അത് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് വീണ്ടും ലൈവ് ക്ലാസ് എടുക്കാം. അപ്പോൾ ഈ ധൂമാദി പഞ്ചസ്ഫുടം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ലൈവ് ഞാൻ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ വീഡിയോയും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ അതും അയച്ചു തരാം. അപ്പം ഈ ധൂമാദി പഞ്ചസ്ഫുടങ്ങൾ, സൂര്യൻ്റെ സ്ഫുടത്തിൽ നിന്നാണ് ഈ ധൂമാദി പഞ്ചസ്ഫുടങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഫലങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അത് എത്രമാത്രം സ്വാധീനം ജാതകരചനയിൽ ചെലുത്തുന്നുണ്ട് എന്ന് നമുക്കതിലേക്ക് പിന്നീട് കിടക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി സൂര്യനെ 4 സൂര്യസ്ഫുടം കാണുക. അപ്പോൾ സൂര്യസ്ഫുടം കാണുന്ന വിധമൊക്കെ പല പ്രാവശ്യം ഞാൻ നേരിട്ടും പറഞ്ഞു, അല്ലാതെ വീഡിയോയും അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ സൂര്യന് ഇന്നിപ്പോൾ കർക്കിടക മാസം 26-ാം തീയതിയാണ്, 25-ാം തീയതിയാണ്. കർക്കിടക മാസം 25-ാം തീയതി ആകുമ്പോൾ കർക്കിടക മാസത്തിൽ 30 ദിവസമേ ഉള്ളായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ സൂര്യൻ 25 ഡിഗ്രിയിലാണ് നിൽക്കേണ്ടത്. അത് നമുക്ക് പെട്ടെന്ന് സൂര്യൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും മറ്റ് ഗ്രഹങ്ങളിൽ. അല്ലാത്ത പക്ഷം നമ്മൾ സൂര്യോദയത്തിന് എത്രയാണ് സൂര്യസ്ഫുടം, അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിൻ്റെ ആണെങ്കിലും സ്ഫുടം സൂര്യോദയത്തിൽ പഞ്ചാംഗത്തിൽ അത് 5:30-നും 6-നും ഒക്കെ പല പഞ്ചാംഗത്തിലും വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് സമയത്താണ് കൊടുത്തേക്കുന്നത്, അതിനനുസരിച്ച് ഒരു ദിവസം കൊണ്ട് പിറ്റേ ദിവസത്തെ അതേ സമയത്തെ സ്ഫുടം നോക്കിയിട്ട് ആ സ്ഫുടം എത്ര വ്യത്യാസമുണ്ടോ അത് ഇത്ര ഡിഗ്രി അല്ലെങ്കിൽ ഇത്ര രാശി, ഇത്ര ഭാഗ വ്യത്യാസമുണ്ടെന്ന് നോക്കിയിട്ട് 30 ദിവസത്തിൽ ഒരു ദിവസം കൊണ്ട് ഇത്ര മാറാൻ സാധിക്കും എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഈ 24 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടി ജനിച്ച സമയം വരെയുള്ള സൂര്യസ്ഫുടം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് സൂര്യൻ ഒരു രാശിയോ ഒരു ഡിഗ്രിയാണ് ഒരു ദിവസം കിടക്കുന്നതെന്ന് കൂട്ടിക്കൂ. 30 ദിവസമുള്ള ഒരു മാസത്തിലാണെങ്കിൽ കൃത്യം സൂര്യൻ 1 ഡിഗ്രി ആയിരിക്കും സഞ്ചരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പം കുട്ടി സൂര്യോദയം മുതൽ 6-ാമത്തെ മണിക്കൂറിൽ ജനിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ 6-ാമത്തെ മണിക്കൂർ എന്ന് പറയുമ്പോൾ 1/4, ഒരു ദിവസത്തിൻ്റെ 1/4 ഭാഗമായി. അപ്പോൾ ഒരു ദിവസം കൊണ്ട് 1 ഡിഗ്രി സഞ്ചരിക്കുമെങ്കിൽ ആ 1 ഡിഗ്രിയുടെ 1/4 ആണ് കൂടെ എക്സ്ട്രാ നമ്മൾ കൂട്ടുമ്പോൾ മാത്രമേ അതുകൂടെ സൂര്യോദയത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ പഞ്ചാംഗത്തിൽ കൊടുത്തിരിക്കുന്ന അന്നത്തെ 5:30-യുടെയോ അല്ലെങ്കിൽ 6 മണിയുടെയോ സൂര്യസ്ഫുടത്തിൽ നിന്ന് കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് അതാത് കുട്ടി ജനിച്ച സമയത്തുള്ള സൂര്യസ്ഫുടം കിട്ടും. അങ്ങനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ സൂര്യസ്ഫുടത്തിൽ നിന്നാണ് നമ്മൾ ഈ ധൂമാദി പഞ്ചസ്ഫുടങ്ങൾ കാണേണ്ടത്.
അപ്പോൾ സൂര്യസ്ഫുടത്തിൽ നിന്ന് ആദ്യത്തേത് നമ്മൾ കാണേണ്ടത് ധൂമസ്ഫുടം. അപ്പോൾ അത് കാണണമെങ്കിൽ സൂര്യസ്ഫുടത്തിൽ നിന്ന്, അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സൂര്യസ്ഫുടം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ 25-ാം തീയതി ആയതുകൊണ്ട് സൂര്യൻ 25 ഡിഗ്രി 0 കല എന്ന് കണക്കാക്കിയോ. നമുക്ക് കണക്ക് കൂട്ടേണ്ട എളുപ്പത്തിനാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. 25 ഡിഗ്രിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. 0 കലയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് 4 രാശിയും 13 തീയതിയും ചേർത്താലാണ്, അഡീഷനാണ്, അതിൽ നിന്ന് കൂട്ടുകയാണ്. 4 രാശിയും 13 തീയതിയും കൂട്ടണം. 13 തീയതി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡിഗ്രി തന്നെയാണ്, ഡിഗ്രി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇന്നത്തെ സൂര്യസ്ഫുടം എന്നുള്ളത് കർക്കിടകൻ രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പം രാശി വരുമ്പോൾ മേടം, ഇടവം, മിഥുനം 3 രാശികൾ കഴിഞ്ഞു. 3 രാശി എന്നുള്ളതാണ്. 3 രാശി 25 ഡിഗ്രിയിലാണ് ഇന്നത്തെ നമ്മുടെ സൂര്യസ്ഫുടം. അതിനോട് 4 രാശിയും 13 ഡിഗ്രിയും കൂടെ കൂട്ടുക. 13 തീയതി എന്ന് പറഞ്ഞിരിക്കുന്നത് 13 തീയതി അഥവാ 13 ഡിഗ്രിയും കൂടെ കൂട്ടുക. അപ്പം 3 രാശിയിൽ നിന്ന് 4 രാശിയും കൂടെ കൂട്ടിയാൽ 7 രാശിയായി. 13 തീയതിയോട്, അതായത് 25 ഡിഗ്രിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. 5 ഡിഗ്രിയും കൂടെ കഴിഞ്ഞാൽ ഒരു രാശി കഴിയും. അപ്പോൾ 7ഉം 1ഉം 8ാമത്തെ രാശിയിലേക്ക് കടക്കും. അപ്പോൾ 25-ൽ നിന്ന് ബാക്കിയുള്ളത് 8 ഡിഗ്രിയാണ്. അപ്പോൾ 8 രാശി കഴിഞ്ഞിട്ട് 8 ഡിഗ്രിയിൽ നമുക്ക് ഈ ധൂമസ്ഫുടം എത്തും. അപ്പോൾ 8 രാശി കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം കഴിഞ്ഞു. ധനുരാശിയിൽ 8ാമത്തെ ഡിഗ്രിയിലാണ് ധൂമസ്ഫുടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അത് കഴിഞ്ഞാൽ ധൂമസ്ഫുടം നമ്മളിപ്പോൾ കണ്ടു. ധനുരാശിയിൽ 8ാമത്തെ ഡിഗ്രിയിൽ. അപ്പോൾ അതായത് 8 രാശി കഴിഞ്ഞ് 8ാമത്തെ ഡിഗ്രിയിൽ. 8 രാശി എന്ന് പറയുമ്പം കർക്കിടകം, മേടം മുതലുള്ള 8 രാശികൾ, വൃശ്ചികം വരെയുള്ള 8 രാശികൾ. അപ്പോൾ ധനുരാശിയിൽ 8ാമത്തെ ഡിഗ്രിയിലാണ് ഈ ധൂമസ്ഫുടം എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനുശേഷം ധൂമസ്ഫുടം 12 രാശിയിൽ നിന്ന് കളഞ്ഞാൽ വ്യതിപാത സ്ഫുടം കിട്ടും. 12 രാശിയിൽ നിന്നാണ് കളയേണ്ടത്. 12 രാശി എന്ന് പറയുമ്പം നമുക്കിവിടെ 8 രാശിയുണ്ട്. അപ്പോൾ ബാക്കി ഉള്ളത് 4 രാശി. 12 രാശിയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ അപ്പം 4 രാശി 8 ഡിഗ്രി എന്നാണ് വ്യതിപാത സ്ഫുടം നമുക്ക് കിട്ടുക. അപ്പോൾ 4 രാശി 8 ഡിഗ്രി എന്ന് പറയുമ്പോൾ ചിങ്ങം രാശിയിൽ 8ാമത്തെ ഡിഗ്രി എന്നർത്ഥം. വ്യതിപാത സ്ഫുടം കിട്ടും. വ്യതിപാത സ്ഫുടത്തിൽ നിന്ന് 6 രാശി ചേർത്താൽ അത് പരിവേഷ സ്ഫുടമായി. അപ്പോൾ വ്യതിപാത സ്ഫുടം എന്ന് പറയുന്നത് 4 രാശി 8 ഡിഗ്രിയാണ്. അതിനോട് 6 രാശിയും കൂടെ കൂട്ടിയാൽ പരിവേഷ സ്ഫുടം കിട്ടും. വ്യതിപാത സ്ഫുടത്തിൽ നിന്ന് 6 രാശിയും കൂടെ കൂട്ടുമ്പോൾ പരിവേഷ സ്ഫുടം കിട്ടും. അപ്പോൾ വ്യതിപാത സ്ഫുടം എന്ന് പറയുന്നത് 4 രാശി 8 ഡിഗ്രി ആകുമ്പോൾ അതിൽ നിന്ന് 6 രാശി 8 ഡിഗ്രി കൂട്ടുമ്പോൾ 10 രാശി 8 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ 10ാമത്തെ രാശി കഴിഞ്ഞിട്ട് 8 ഡിഗ്രിയിലാണ് നമുക്ക് പരിവേഷ സ്ഫുടം കിട്ടുന്നത്. അപ്പോൾ 10ാമത്തെ രാശി എന്ന് പറയുമ്പോൾ മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം കഴിഞ്ഞു. അപ്പോൾ അടുത്ത രാശി കുംഭം രാശി. കുംഭം രാശിയിൽ 8ാമത്തെ ഡിഗ്രിയിൽ 8 ഡിഗ്രിയിലാണ് നമുക്ക് പരിവേഷ സ്ഫുടം കിട്ടിയിരിക്കുന്നത്. പിന്നെ പരിവേഷ സ്ഫുടം 12 രാശിയിൽ നിന്ന് കളയുമ്പോൾ ഇന്ദ്രചാപ സ്ഫുടം കിട്ടും. പരിവേഷ സ്ഫുടത്തിൽ നിന്ന് 12 രാശി കുറയ്ക്കുക. അപ്പോൾ പരിവേഷ സ്ഫുടം 12 രാശിയിൽ നിന്ന് കുറയ്ക്കുക എന്നാണ്.
അപ്പോൾ 12-ൽ നിന്ന് 10 രാശി 8 ഡിഗ്രി കുറച്ചാൽ, അപ്പോൾ അവിടെ നമുക്ക് ഒരു രാശി 22 ഡിഗ്രി എന്ന് കിട്ടും. അത് കൂടാതെ അത് കഴിഞ്ഞിട്ട് ഇന്ദ്രചാപ സ്ഫുടം 17 തീയതി മാത്രം കൂട്ടുക. 17 തീയതി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു രാശി 8 ഡിഗ്രിയിലാണെങ്കിൽ അതിനോടുകൂടി 17 ഡിഗ്രിയും കൂടെ കൂട്ടുക. അപ്പോൾ അതായത് 25 ഡിഗ്രി ധൂമകേതു സ്ഫുടം ആകും. അപ്പോൾ ഈ ധൂമകേതു സ്ഫുടം, ഇങ്ങനെയാണ് നമ്മൾ ധൂമാദി പഞ്ചസ്ഫുടങ്ങൾ കാണുന്നത്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. നിങ്ങളിപ്പം വലിയൊരു ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ വലിയൊരു കൺഫ്യൂഷനിലാണ്, ഇതൊന്നും മനസ്സിലായി കാണത്തില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതൊക്കെ രണ്ടാമത് വീണ്ടും ഈ ക്ലാസ്സുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് എടുക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ലൈവായിട്ട് ഞാൻ വീഡിയോ അയച്ചു തരുന്നുണ്ട്, അത് കാണുക. ഈ വീഡിയോ അയച്ചു തരുമ്പോൾ ഞാൻ വ്യക്തമായിട്ട് നോട്ട് ചെയ്തിട്ടാണ് അയച്ചു തരുന്നത്. വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അത് ഇട്ട് വെച്ചേക്കുന്നത് അൺലിസ്റ്റഡ് എന്നുള്ള ഇതിലാണ്. അതായത് ആർക്ക് അയച്ചു കൊടുക്കുന്നോ അവർക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതി. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ട് കഴിയുമ്പോൾ ഓരോ വീഡിയോയും എത്ര പേര് കാണുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് കണക്ക് കിട്ടുന്നുണ്ട്. പലരും ആ വീഡിയോസ് കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. അത് എന്താ അതിൻ്റെ കാരണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇങ്ങനെയാണ് ധൂമാദി പഞ്ചസ്ഫുടങ്ങൾ കാണേണ്ട വിധം. അപ്പോൾ ഈ ധൂമാദി പഞ്ചസ്ഫുടം എന്ന് പറയുന്നത് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ധൂമാദി പഞ്ചകേതുക്കൾ എന്ന് പറയുന്നതിനെ അർക്കപുത്രന്മാർ അല്ലെങ്കിൽ അർക്കാത്മജന്മാർ എന്നൊക്കെയാണ്. സൂര്യൻ്റെ പുത്രന്മാരെന്നാണ് ഇവിടെ നമ്മുടെ ആലങ്കാരികമായിട്ടുള്ള വിവക്ഷ. അപ്പം അത് അവിടെ നിൽക്കട്ടെ. മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കതിനെ പിന്നീട് ക്ലാസ് എടുക്കാം. നിങ്ങൾ ഈ നോട്ടൊക്കെ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കി ഞാൻ അയച്ചു തരുന്ന വീഡിയോയും കണ്ടിട്ട് പിന്നീട് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇനി അടുത്തത് തിഥി സ്ഫുടം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ തിഥി എന്ന് പറയുന്നത് പഞ്ചാംഗത്തിൽ ഒന്നാണ്. ആഴ്ച, നക്ഷത്രം, തിഥി, കരണം, നിത്യയോഗം, ഈ 5 കാര്യങ്ങളാണ് പഞ്ചാംഗം എന്ന് പറയുന്നത്. അംഗങ്ങൾ, ജ്യോതിഷത്തിൻ്റെ അംഗങ്ങൾ, 5 അംഗങ്ങൾ. അതിൽ മൂന്നാമത്തേതാണ് തിഥി. അത് ക്രമത്തിലാണ് അതിൻ്റെ പ്രാധാന്യവും വരുന്നത്. ആഴ്ച, നക്ഷത്രം, തിഥി, മൂന്നാമത്തേതാണ് തിഥി വരുന്നത്. അപ്പോൾ ഈ തിഥിസ്ഫുടം നമുക്ക് എങ്ങനെയാണ് കാണേണ്ടത്? ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയാണ് തിഥി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാര്യം അമാവാസിയും പൗർണമിയും ഒക്കെ വരുന്നത് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ളത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ചന്ദ്രസ്ഫുടത്തിൽ നിന്നാണ് ഇത് കാണേണ്ടതും. ചന്ദ്രസ്ഫുടത്തിൽ നിന്ന് സൂര്യസ്ഫുടം കുറച്ചാൽ തിഥിസ്ഫുടം കിട്ടണം. അതാണ് ഇതിൻ്റെ നിയമം. അപ്പോൾ ചന്ദ്രസ്ഫുടത്തിൽ നിന്ന് സൂര്യസ്ഫുടം കുറയ്ക്കുക. അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു. ഇന്ന് ഇപ്പം കർക്കിടകം മാസമാണ്, അതുകൊണ്ട് തന്നെ 3 രാശി കഴിഞ്ഞു സൂര്യൻ്റെ സ്ഫുടം. 3 രാശി കഴിഞ്ഞിട്ട് ഇന്ന് 25-ാം തീയതി ആയതുകൊണ്ട് 25 ഡിഗ്രിയിലായിരിക്കും നിൽക്കുന്നത് എന്ന് ഏകദേശം നമുക്ക് നോക്കാം. അപ്പം 3 രാശി 25 ഡിഗ്രി 0 കല എന്നാണ് സൂര്യൻ്റെ സ്ഫുടം എങ്കിൽ അപ്പോൾ ഇന്ന് നമുക്ക് അത് ചന്ദ്രസ്ഫുടത്തിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ ചന്ദ്രസ്ഫുടം എത്രയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ചന്ദ്രസ്ഫുടം കാണാനുള്ള വിധമൊക്കെ നേരത്തെ പറഞ്ഞ് തന്നിരിക്കുന്ന എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഫുടങ്ങൾ കാണുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഇന്നത്തെ നക്ഷത്രം, അതിന് ഏത് നക്ഷത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അത്തം നക്ഷത്രമാണ്, 4-ാം പാദത്തിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ചന്ദ്രസ്ഫുടം എന്ന് പറയുന്നത് അത്തം നക്ഷത്രം കന്നിക്കൂറിലാണ്, കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. അപ്പം കന്നിക്കൂർ എന്ന് പറയുന്നത് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം 5 രാശി കഴിഞ്ഞു.
ആറാമത്തെ രാശിയാണ്. അപ്പോൾ 5 രാശി ആറാമത്തെ രാശിയിൽ ആറാമത്തെ രാശിയിൽ ആ 10 ഡിഗ്രി വരെ ഉത്രം നക്ഷത്രമാണ്. കന്നിക്കൂറിൽ 10 ഡിഗ്രി വരെ ഉത്രം നക്ഷത്രമാണ്. കന്നിക്കൂറിൻ്റെ ഉത്തര നക്ഷത്രത്തിൻ്റെ 1-ാം പാദം മാത്രമാണ് ചിങ്ങക്കൂറിലുള്ളത്, അതായത് 3 ഡിഗ്രി 20 മിനിറ്റ്. അതിനുശേഷം വരുന്ന 10 ഡിഗ്രി കന്നിക്കൂറിലാണ് വരുന്നത്. അപ്പോൾ ഉത്തര നക്ഷത്രം 10 ഡിഗ്രി വരെ ആണ് ഉത്തര നക്ഷത്രം ഉള്ളത് കന്നിക്കൂറിൽ. പിന്നീട് അത്ത നക്ഷത്രം 13 ഡിഗ്രി 20 മിനിറ്റ് വരെ ഉണ്ട്. അപ്പോൾ അതായത് അത്ത നക്ഷത്രത്തിൻ്റെ 4-ാം പാദമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം നമുക്ക് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 20, അതായത് 5 രാശി 20 ഡിഗ്രിക്ക് ശേഷമുള്ള അവസ്ഥയിലാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. 20, 21, 22 ഒക്കെ ആകാം. അപ്പോൾ അത് ഏകദേശം നമ്മൾ പറയാം. അപ്പം 4-ാം പാദത്തിലേക്ക് ഇപ്പം കടന്നതേ ഉള്ളൂ എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം 4-ാം പാദം തുടങ്ങി കാണത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 20 ഡിഗ്രി 5 രാശി 20 ഡിഗ്രി ഏതാണ്ട് ഒരു 10-40 ഭാഗ ആയിരിക്കും ഇപ്പോഴത്തെ ചന്ദ്രസ്ഫുടം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ചന്ദ്രസ്ഫുടത്തിൽ നിന്ന് നമുക്ക് ഇത് തന്നെ കണക്ക് കൂട്ടാം. 5 രാശി 20 ഡിഗ്രി 40 ഭാഗ, ആ ഒരു കണക്ക് കൂട്ടലിൽ അതിൽ നിന്ന് ആണ് നമുക്ക് ഇന്നത്തെ സൂര്യസ്ഫുടം കുറയ്ക്കേണ്ടത്. ഇപ്പോൾ സൂര്യസ്ഫുടം നമ്മൾ നേരത്തെ പറഞ്ഞ സൂര്യസ്ഫുടം തന്നെ നമുക്ക് കണ്ടെത്താം. അപ്പോൾ അതായത് 3 രാശി കഴിഞ്ഞു, 3 രാശി 25 ഡിഗ്രി. അപ്പം ഈ 5 രാശി 20 ഡിഗ്രിയിൽ നിന്ന് 3 രാശി 20 ഡിഗ്രി കുറയ്ക്കുക. അപ്പം ഈ 5 രാശിയിൽ നിന്ന് 3 രാശി പോയി കഴിഞ്ഞാൽ ബാക്കി 2 രാശി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ കുറയ്ക്കാനുള്ളത് 20 രാശിയിൽ നിന്നാണ്. 20 ഡിഗ്രിയിൽ നിന്ന് 25 ഡിഗ്രിയാണ് കുറയ്ക്കേണ്ടത്. അവിടെ 5 ഡിഗ്രി അധികമുണ്ട്. അപ്പം ഇവിടെ വരുമ്പം നമുക്ക് 2 രാശി എന്നുള്ളത് ഒന്നുകൂടെ കുറയും. 1 രാശി 5 ഡിഗ്രിയാണ് അവിടെ അധികമുള്ളത്. 1 രാശി 25 ഡിഗ്രി എന്നുള്ളത് ബാക്കി കിട്ടും. 25 ഡിഗ്രി 40 ഭാഗ നമുക്കുണ്ട്. അപ്പോൾ 1 രാശി 25 ഡിഗ്രി 40 ഭാഗ എന്ന് നമുക്ക് ഈ തിഥിസ്ഫുടത്തെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തിഥിസ്ഫുടം അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ജനന സമയത്ത് സൂക്ഷ്മപ്പെടുത്തിയ ചന്ദ്രസ്ഫുടത്തിൽ നിന്ന് നമ്മുടെ സൂര്യസ്ഫുടം കുറച്ചാൽ ശിഷ്ടം വരുന്നതാണ് തിഥിസ്ഫുടം. അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ശിഷ്ടമാണ് 1 രാശി 25 ഡിഗ്രി 40 ഭാഗ എന്നുള്ളത്. അപ്പം 40 ഭാഗ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ 24 ഡിഗ്രി 20 ഭാഗ എന്ന് വേണമെങ്കിലും പറയാം. 40 ഭാഗയും കൂടെ ഇതിലോട്ട് കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ചന്ദ്രസ്ഫുടത്തിൽ നിന്ന് സൂര്യസ്ഫുടം പോകാതെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ 12 രാശിയാണുള്ളത്. അപ്പോൾ അതിൽ കൂടുതലാണ് സൂര്യസ്ഫുടം വരുന്നതെങ്കിൽ, അതായത് ചന്ദ്രസ്ഫുടത്തേക്കാൾ കൂടുതൽ സ്ഫുടത്തിൽ സൂര്യസ്ഫുടം വരുന്നതെങ്കിൽ ആ ചന്ദ്രസ്ഫുടത്തിനോടുകൂടി, അപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ചന്ദ്രൻ നിൽക്കുന്നത് 2-ാമത്തെ രാശിയിലാണ്, സൂര്യൻ നിൽക്കുന്നത് 4-ാമത്തെ രാശിയിലാണെന്ന് കൂട്ടിക്കും. അപ്പം ചന്ദ്രസ്ഫുടം വരുന്നത് 1 രാശി, സൂര്യസ്ഫുടം വരുന്നത് 3 രാശി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. അപ്പം 1 രാശിയിൽ നിന്ന് 3 രാശി കുറയ്ക്കേണ്ടി വരുമ്പോൾ നമുക്ക് ചന്ദ്രസ്ഫുടത്തോടൊപ്പം 12 കൂടെ കൂട്ടുക. അപ്പോൾ 13 രാശി എന്നുള്ളതായിരിക്കും ചന്ദ്രസ്ഫുടം വരുന്നത്. അതിൽ നിന്നാണ് സൂര്യസ്ഫുടം 3 രാശി കുറയ്ക്കേണ്ടത്. അങ്ങനെയാണ് കുറയ്ക്കേണ്ടത്. അതായത് നമ്മളിപ്പം 10-ൽ നിന്ന് 8 നമുക്ക് കുറയ്ക്കാം, 12-ൽ നിന്നും 10 കുറയ്ക്കാം. പക്ഷേ 8-ൽ നിന്ന് നമ്മൾ 10 കുറയ്ക്കാൻ പറയുമ്പോൾ അത് മൈനസായി മാറുന്നു. പക്ഷേ ഇവിടെ നമുക്ക് 12 രാശി എന്നുള്ളതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനോട് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആൻസർ കിട്ടും. ഇത് അങ്ങനെയാണ്. അപ്പം ചന്ദ്രസ്ഫുട രാശിയിൽ നിന്ന് 12 കൂടെ കൂട്ടുക, എന്നിട്ട് അതിൽ നിന്ന് സൂര്യസ്ഫുടം കുറയ്ക്കുക. അങ്ങനെ കിട്ടുന്നതിനെയാണ് തിഥിസ്ഫുടം.
അപ്പം ഈ ജനന സമയത്തുള്ള തിഥിസ്ഫുടം നമ്മൾ പഞ്ചാംഗങ്ങളിൽ പെടുന്നതാണ് തിഥി എന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ എല്ലാ സ്ഫുടങ്ങൾ കാണണം: ആഴ്ച, നക്ഷത്രം, തിഥി, കരണം. അപ്പം തിഥിസ്ഫുടം കണ്ടാൽ നമുക്ക് തിഥി നമ്മുടെ ഈ കുട്ടി ജനിക്കുന്ന സമയത്തെ തിഥിയും ജനന സമയത്തിനുള്ള തിഥിയും ആ തിഥിയിൽ ചെന്ന നാഴികയും ലഭിക്കും. അപ്പോൾ നമുക്കിത് അറിഞ്ഞിരിക്കണമല്ലോ, ഏത് തിഥിയിലാണ് എന്ന് നമുക്കറിയണം. അപ്പോൾ ഉദാഹരണമൊക്കെ ഞാൻ നോട്ടിനകത്ത് നൽകിയിട്ടുണ്ട്, അത് നോക്കുക, പിന്നെ വീഡിയോയിലും കണ്ട് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു പോയാൽ മനസ്സിലാകത്തില്ല. അപ്പോൾ തിഥിസ്ഫുടം നമുക്ക് കിട്ടിയാൽ ഒന്നാമത്തെ ഡിഗ്രിയിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന് തൃതീയ അര മുതലാണ്. തൃതീയ അര അങ്ങനെയാണ്. അത് തൃതീയ, പഞ്ചമി, അഷ്ടമി, ദശമി, ത്രയോദശി, വാവ്, പിന്നീട് അപരപക്ഷ തൃതീയ, അപരപക്ഷം എന്ന് പറഞ്ഞാൽ കറുത്തപക്ഷം, പഞ്ചമി, അഷ്ടമി, ദശമി, ത്രയോദശി, വാവ്, ഇങ്ങനെയാണ്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ക്രമത്തിൽ ഇങ്ങനെ തിഥി ഏതാണെന്ന് കണ്ടുപിടിക്കാം ആ സ്ഫുടത്തിൽ നിന്ന്. ഇത് നമ്മൾ പൂർവപക്ഷം, അതായത് വെളുത്ത പക്ഷം. അപ്പോൾ പൂർവപക്ഷം എന്ന് പറയുമ്പം നമുക്ക് പിന്നീട് ഈ തിഥി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കരണം കാണുക. കരണം എന്ന് പറഞ്ഞാൽ ആഴ്ച, നക്ഷത്രം, തിഥി, നാലാമത്തെ പഞ്ചാംഗത്തിലെ വിഭാഗമാണ് കരണം. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ പകുതിയാണ് കരണം, ഒരു തിഥിയുടെ പകുതിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം കരണം കാണുന്നത് പ്രതിപദം തിഥിയിലാണ് എങ്കിൽ, പ്രതിപദം എന്ന് പറയുന്നത് ഒന്നാം തീയതി എന്നർത്ഥം. പുഴുക്കരണമാണ്. പ്രതിപദത്തിലാണ് എങ്കിൽ പ്രതിപദ ദിവസം പുഴുക്കരണവും സിംഹക്കരണവും വരും. ദ്വിതീയയിൽ പുലിക്കരണവും പന്നിക്കരണവും വരും. തൃതീയ തിഥിയിലാണെങ്കിൽ കഴുതക്കരണവും കരിക്കരണവും വരും. കരി എന്ന് പറഞ്ഞാൽ ആനയെന്നും അർത്ഥമുണ്ട്. പന്നി എന്ന് പറയുന്നത് വരാഹക്കരണമെന്നും ചിലയിടത്തൊക്കെ എഴുതി വെക്കാറുണ്ട്. പിന്നെ ചതുർത്ഥിയാവുമ്പോൾ പശുക്കരണവും വിഷ്ടിക്കരണവും വരും. പശു എന്നുള്ളതിന് ചില ഗ്രന്ഥങ്ങളിൽ സുരഭീകരണം, അല്ലെങ്കിൽ പഞ്ചാംഗങ്ങളിലും വ്യത്യാസമുണ്ട്, സുരഭീകരണം എന്നും അതിന് പേരുണ്ട്. പഞ്ചമിയിലാണെങ്കിൽ സിംഹകരണവും പുലിക്കരണവും വരും. ഷഷ്ടിയിലാണെങ്കിൽ പന്നിക്കരണവും കഴുതക്കരണവും വരും. സപ്തമിയിലാണെങ്കിൽ കരണവും പശുക്കരണവും വരും. അഷ്ടമിയിലാണെങ്കിൽ വീണ്ടും വിഷ്ടിക്കരണവും സിംഹക്കരണവും വരും. നവമിയിലാവുമ്പോൾ പുലിക്കരണവും പന്നിക്കരണവും വരും. ദശമിയിലാവുമ്പോൾ കഴുതക്കരണവും ആനക്കരണവും വരും. ഏകാദശിയിലാവുമ്പോൾ പശുക്കരണവും വിഷ്ടിക്കരണവും വരും. ദ്വാദശിയിലാവുമ്പോൾ സിംഹക്കരണവും പുലിക്കരണവും വരും. ത്രയോദശിയിലാവുമ്പോൾ പന്നിക്കരണവും കഴുതക്കരണവും വരും. ചതുർദശിയിലാവുമ്പോൾ ആന, പശു എന്നീ കരണങ്ങൾ വരും. പൗർണമിയിൽ വീണ്ടും വിഷ്ടിക്കരണവും സിംഹക്കരണവും വരും. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില കാരണങ്ങൾ ആവർത്തിക്കുന്നുണ്ട്, ചിലത് സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ചരകരണങ്ങൾ, സ്ഥിരകരണങ്ങൾ എന്ന് കരണങ്ങളെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അപ്പം ഈ ആവർത്തിക്കുന്നതാണ് ചരകരണങ്ങൾ. സ്ഥിരമായിട്ട് ഒറ്റ പ്രാവശ്യം മാത്രം വരുന്നതിനാണ് സ്ഥിരകരണങ്ങൾ എന്ന് പറയുന്നത്. അത് അതേപോലെ തന്നെ അടുത്ത പക്ഷത്തിൽ, കറുത്തപക്ഷം അഥവാ അപരപക്ഷത്തിൽ ഒന്നാം തീയതി ആണെങ്കിൽ പുലിക്കരണവും പന്നിക്കരണവും, 2-ാം തീയതി കഴുത കരി, 3 പശു വിഷ്ടി, 4 സിംഹം പുലി, 5 പന്നി കഴുത, 6 ആന പശു, 7 വിഷ്ടി സിംഹം, 8 പുലി പന്നി, 9 കഴുത ആന, 11 സിംഹം പുലി, 12 പന്നി കഴുത, 13 ആന പശു, 14 വിഷ്ടി അഥവാ പുള്ള് കരണം. അപ്പോൾ ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 14-ാം തീയതി വരുമ്പോൾ വിഷ്ടിക്കരണം കഴിഞ്ഞിട്ട് പുള്ള് കരണം വരുന്നുണ്ട്. 15 ചതുഷ്പാത്തും പാമ്പുമാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ തിഥി സ്ഫുടം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നാഴിക അറിഞ്ഞാൽ ആദ്യത്തെ 30 നാഴിക ആദ്യത്തെ കരണം, അതിനുശേഷം വരുന്ന
രണ്ടാമത്തെ 30 നാഴിക വരുന്നത് രണ്ടാമത്തെ കരണവും. അപ്പോൾ ഉദാഹരണം, അതായത് 15-ാം തീയതിയാണ് കൃത്തപക്ഷത്തിലെ 15-ാം തീയതിയിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 30 നാഴിക ചതുഷ്പാത്ത് കരണമാണ്, അതിൻ്റെ രണ്ടാമത്തെ 30 നാഴിക പാമ്പ് കരണമാണ്. ഇങ്ങനെ നമ്മൾ കരണങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം പഞ്ചാംഗം ഉണ്ട്, നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. പണ്ട് കാലത്ത് പഞ്ചാംഗങ്ങളില്ലാത്ത ഒരു സമയത്ത് ഈ ജ്യോതിഷന്മാർ സ്വയം കണ്ടുപിടിച്ചായിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ തിഥി, ഓരോ തിഥിയിലും ജനിച്ചാലുള്ള ഫലങ്ങളുണ്ട്. ഇപ്പോൾ പ്രതിപദത്തിൽ ജനിക്കുന്ന ഒരാളാണെങ്കിൽ ദേവ ആരാധനയിൽ താല്പര്യമുള്ളയാളാവും, അറിവും ശില്പജ്ഞാനവും മന്ത്രാദികളിലും ആഭിചാരങ്ങളിലുമൊക്കെ സാമർഥ്യമുള്ള ആളായിട്ട് മാറും. അങ്ങനെ ദ്വിതീയ തൃതീയ ഓരോ തിഥിയിലും ജനിച്ചാലുള്ള ഫലത്തെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കാം. അത് പിന്നീട് ഇത് ഏറ്റവും ലാസ്റ്റിൽ ശ്ലോക രൂപത്തിൽ പറയുമ്പോൾ ഇതെന്തുകൊണ്ടാണ് എന്നുള്ള ഇങ്ങനെ പറയുന്നതെന്നുള്ളത് വിശദീകരിച്ച് പറയാം. അപ്പോൾ നിങ്ങളിപ്പോൾ അത് വായിച്ചൊന്ന് മനസ്സ് വെക്കുക. കാരണം ഇതിൻ്റെ ഒരു ഫലം ഏകദേശം മനസ്സിലാക്കി. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. അമാവാസി ദിവസം ജനിക്കുന്നയാളാണെങ്കിൽ ദേവന്മാരെയും പിതൃക്കളെയും പൂജിക്കുന്നയാളായിട്ടും കാമിയായിട്ടും പശു, കാള മുതലായ നാൽക്കാലി മൃഗങ്ങളെ ഹാനിയെ ചെയ്യുന്നയാളായിട്ട്, അതായത് കൊല്ലാനും മടിക്കാത്ത ആളായിട്ടും രോഗിയായിട്ടും ദരിദ്രനായിട്ടും ബലമില്ലാത്ത ശരീരത്തോടു കൂടിയതായിട്ടും ഭാവിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഓരോന്നിൻ്റെയും നമ്മൾ ശ്ലോകങ്ങൾ പിന്നീട് നമുക്ക് പഠിക്കാം. ഇതിപ്പം ഫലങ്ങൾ മാത്രം പഠിക്കുക. അങ്ങനെ നമ്മളിപ്പം പറഞ്ഞ ഫലങ്ങളിൽ വെളുത്തപക്ഷത്തിലെ തിഥികൾക്കാണെങ്കിൽ ശുഭഫലങ്ങൾക്ക് കൂടുതൽ പുഷ്ടി ഉണ്ടാവുകയും കറുത്തപക്ഷത്തിലെ തിഥികൾക്കാണെങ്കിൽ വെളുത്തപക്ഷത്തിലെ അപ്പം അശുഭഫലങ്ങൾക്ക് ഹാനിയും ഉണ്ടാകും. അതേസമയം കറുത്തപക്ഷത്തിലെ തിഥികൾ ആണെങ്കിൽ ശുഭഫലങ്ങൾക്ക് കുറവും ഉണ്ടാകും, അശുഭഫലങ്ങൾക്ക് കൂടുതലും സംഭവിക്കും, അത് പുഷ്ടി ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഓരോ അതായത് കറുത്തപക്ഷത്തിലെയും വെളുത്തപക്ഷത്തിലെയും തിഥികൾ തമ്മിലുള്ള ഫലം. പക്ഷേ ഒരേ ഫലങ്ങളാണ് പറയുന്നത്. 1-ാം തീയതിക്ക് ഒരു ഫലമാണ് പറയുന്നത്. അത് വെളുത്തപക്ഷമാണെങ്കിലും കറുത്തപക്ഷമാണെങ്കിലും ഫലം ഒന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ആ ഫലത്തിൽ വെളുത്തപക്ഷത്തിലാണെങ്കിൽ ശുഭഫലങ്ങൾക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കിട്ടും, അശുഭഫലങ്ങൾക്ക് കുറയുകയും ചെയ്യും, അശുഭഫലങ്ങളുടെ ലഭ്യത കുറയുകയും ചെയ്യും. നേരെ മറിച്ച് കറുത്തപക്ഷത്തിലാണ് 1-ാം തീയതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തീയതിയിലാണെങ്കിൽ പറയുന്ന ശുഭഫലങ്ങൾക്ക് കറുത്തപക്ഷത്തിൽ കുറവ് വരികയും അശുഭഫലം അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം വരികയും ചെയ്യും. അങ്ങനെയാണ്. അപ്പം നമുക്ക് ഈ നമ്മൾ പക്ഷം കണ്ടു, തിഥി കണ്ടു, അത് കഴിഞ്ഞിട്ട് ആ തിഥിയുടെ പകുതിയാണ് കരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കരണത്തിൽ ഓരോ കരണത്തിലും ജനിക്കുന്ന വ്യക്തികൾ, അപ്പോൾ ആ ഓരോ കരണത്തിൽ ജനിക്കുമ്പോഴും അതിൻ്റെ ഫലമുണ്ട്. അപ്പോൾ ഇതെല്ലാം, ഈ ഫലങ്ങളെല്ലാം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ നമ്മൾ എഴുതി വെക്കണം. എഴുതി വെക്കുമ്പോൾ അപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ശരിക്കും പഞ്ചാംഗ ഫലങ്ങൾ ഈ വ്യതിവാദം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗണിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമ്മൾ ആശ്രയരാശി ഫലം, ഭാവഫലം, ലഗ്നഫലം ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി വെക്കണമെന്നാണ് ഈ ജാതകം എഴുതുമ്പോൾ. അപ്പോൾ ഈ ജാതകത്തിൽ ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോൾ തന്നെ ആ കുട്ടിയുടെ ഒരു ഭാവി നമ്മളുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക് വരുമെന്നുള്ളതാണ്. ഇതെല്ലാം തമ്മിൽ ഒരു പരസ്പരം ക്ലബ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ചിന്തിക്കുന്ന ഒരാൾക്ക് ഈ കുട്ടി എന്തൊക്കെ നിലയിൽ എത്തുമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളുടെ പ്രത്യേകം ഫലങ്ങൾ പറയുന്നത്. അപ്പം ഇത് കഴിഞ്ഞാൽ, തിഥിഫലം കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കരണഫലമാണ്. കരണം എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞു, ചരകരണം എന്താണ്, സ്ഥിരകരണം എന്താണെന്നുള്ളത് നമുക്ക് അതിലേക്ക് കടക്കാം. ഇപ്പം ഫലം, അതിനും ഒരു ഫലമുണ്ടെന്ന് മനസ്സിലാക്കുക. സ്ഥിരകരണത്തിൽ ജനിക്കുകയാണെങ്കിൽ, സ്ഥിരകരണത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ആ വ്യക്തി സാഹസികമായിട്ടും പ്രസിദ്ധനായിട്ടും ഏറ്റവും ബലവും പരാക്രമവും ഉള്ള ആളായിട്ടും ഗുണവാനായിട്ടും വനപർവ്വതങ്ങളിൽ സഞ്ചരിക്കുന്ന ആളായിട്ടും ദീർഘായുസ്സായിട്ടും അരിഷ്ടതയുള്ളയാളായിട്ടും ഭവിക്കും. അപ്പം ഇതിലെ കരണം ഞാൻ പറഞ്ഞല്ലോ, പുലി, പന്നി, ആന എന്നുള്ള കരണങ്ങളാണ്. ഇപ്പം ആനകരണത്തിൽ ഒരു വ്യക്തി ജനിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് പറയാം, ആന വലിയ ശരീരമുള്ള ആളാണ് ആന. അപ്പം ഈ
ജനിക്കുന്നവർക്കും സാമാന്യത്തിൽ നിന്ന് അധികമായിട്ട് ചിലപ്പോൾ ശരീര വലിപ്പം ഉണ്ടാകാം, അല്ലെങ്കിൽ വണ്ണം കൂടുതൽ ഉണ്ടാകാം എന്നാണ് നമുക്കതിനെ ചിന്തിക്കാൻ പറ്റും. അപ്പോൾ എന്നെ പഠിപ്പിച്ചപ്പോൾ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള അപ്പുക്കുട്ടൻ മാസ്റ്റർ പറഞ്ഞൊരു കഥ എനിക്ക് ഓർമ്മയുണ്ട്. കഥ എന്ന് പറഞ്ഞാൽ ഒരു സംഭവ കഥയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ത്തിൻ്റെ അടുത്ത് ഈ മുക്കുവരായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഈ അടുത്ത സമയത്തായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നതെല്ലാം ഈ ആദ്യമായിട്ട് വലയിടുന്നത് അതിനൊരു മുഹൂർത്തം കാണാനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നത്. അപ്പം വരുമ്പോൾ ഈ ഇവർ എന്തൊക്കെ ചെയ്തിട്ടും കിട്ടുന്നതെല്ലാം ചെറിയ മത്സ്യങ്ങളാണ് കിട്ടുന്നത്. അതിനൊരു മാറ്റം വരുന്ന രീതിയിൽ ഞങ്ങൾക്കൊരു നല്ല മുഹൂർത്തം തരണമെന്നും പറഞ്ഞുകൊണ്ട് വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ നല്ലൊരു ദിവസം നോക്കി. അത് നല്ല ദിവസങ്ങളിൽ സാധാരണ നമ്മൾ മുഹൂർത്തത്തിന് ഇങ്ങനൊരു മുഹൂർത്തം ഇല്ല. അപ്പോൾ ശുഭമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുന്നതിന് വേണ്ട മുഹൂർത്തം കൊടുക്കുക. പക്ഷെ അതിലും ഈ വലിയ മീൻ കിട്ടുമോ ചെറിയ മീൻ കിട്ടുമോ? മീൻ ധാരാളം കിട്ടും ശുഭ മുഹൂർത്തത്തിൽ ചെയ്താൽ. പക്ഷെ വലുത് ചെറുത് എന്നുള്ളതൊക്കെ എങ്ങനെയാണ് ജ്യോതിഷത്തിൽ? അപ്പോൾ അദ്ദേഹത്തിന് അന്നേരം തോന്നിയതാണ് ആനക്കരണം വരുന്നൊരു നല്ല ദിവസം എടുത്ത് കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് അവർ പിന്നീട് സന്തോഷിക്കുന്ന രീതിയിലുള്ള വലിയ വലിയ മത്സ്യങ്ങൾ അവർക്ക് കിട്ടിയെന്ന് അവർ വീണ്ടും വന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. അത് ഇപ്പം കരണത്തിൻ്റെയൊക്കെ അതുകൊണ്ട് തന്നെയാണ് കരണത്തിൽ ഓരോ കരണത്തിലും അതിൻ്റേതായിട്ടുള്ള ആ കരണം എന്താണ് എന്നുള്ള ആ ജീവി എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ട് അതിൻ്റെ സ്വഭാവവും കൂടെ വ്യക്തികളിലേക്ക് നമുക്ക് ഘടിപ്പിക്കാം. അത് പ്രശ്നത്തിലും ഒക്കെ നമുക്ക് ഘടിപ്പിക്കാം. ഇപ്പോൾ ഉദാഹരണം, സിംഹകരണത്തിൽ ജനിക്കുന്ന ഒരാളാണെങ്കിൽ സാഹസിയായിട്ടും പ്രസിദ്ധനായിട്ടും ഏറ്റവും ബലവും പരാക്രമവും ഉള്ളയാളായിട്ടും ഗുണവാനായിട്ടും വനപർവ്വതങ്ങളിൽ സഞ്ചരിക്കുന്ന ആളായിട്ടും ദീർഘായുസുള്ളയാളായിട്ടും എന്നിരുന്നാലും അരിഷ്ടതയുള്ളയാളായിട്ടും ഭവിക്കും. അപ്പോൾ ഇത്രയും ഗുണഫലങ്ങളുണ്ട്. ഇത് ആരുടെ ഗുണഫലങ്ങളാണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. ഇത് സിംഹകരണത്തിൽ ജനിച്ചാലുള്ള ഫലമാണ്. സിംഹം എന്ന അതായത് കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന ജീവിയുടെ അതേ സ്വഭാവമാണ് ഇവിടെ ഘടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ആ കരണത്തിൽ ജനിക്കുന്ന വ്യക്തികൾക്കും ഇതേ ഫലങ്ങൾ കിട്ടാം. അതേപോലെ തന്നെ പുലിക്കരണത്തിൽ ജനിക്കുന്നവർക്കും ഹിംസാശീലവും ഉപദ്രവ ബുദ്ധിയും ഉള്ള ആളായിട്ടും തേജസ്വിയായിട്ടും അല്പായുസായിട്ടും ബന്ധുക്കൾ കുറഞ്ഞ ആളായിട്ടും സ്വാതന്ത്ര്യശീലം ഉള്ള ആളായിട്ടും ഭവിക്കും എന്നാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതുമായിട്ട് ഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. പന്നിക്കരണത്തിലാണെങ്കിൽ ചിലപ്പോൾ സുഖവും ചിലപ്പോൾ ദുഃഖവും ഒക്കെ, ചിലപ്പോൾ രാജ്യവും ചിലപ്പോൾ യശസ്സും കിട്ടും. അങ്ങനെയുള്ള ഫലങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കഴുതക്കരണത്തിലെ ചപല സ്വഭാവം പറയുന്നുണ്ട്. ഒരിടത്തും സ്ഥിരമായിട്ട് വസിക്കാത്ത ആളായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഓരോ കരണത്തിനും ഫലം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ് സമയം കളയുന്നില്ല, അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ കരണങ്ങൾ തന്നെ ശുക്ലപക്ഷത്തിലെ കരണമുണ്ട്, കൃഷ്ണപക്ഷത്തിലെ കരണമുണ്ട്. ശുക്ലപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവപക്ഷം അപരപക്ഷം എന്ന് നേരത്തെ പറഞ്ഞ വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും. അപ്പോൾ ഈ രണ്ട് കരണങ്ങളിൽ ജനിക്കുന്ന ഫലങ്ങൾക്ക് പുഷ്ടി ഉണ്ടാകും. ശുക്ലപക്ഷത്തിലെ കരണത്തിൽ നേരത്തെ നമ്മുടെ തിഥിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ തിഥിക്കെല്ലാം ഒരു ഫലമാണ് പറയുന്നത്. അത് ശുക്ലപക്ഷത്തിലാണെങ്കിലും കൃഷ്ണപക്ഷത്തിലാണെങ്കിലും ഒരേ ഫലമാണ് പറയുന്നത്. പക്ഷേ ശുക്ലപക്ഷത്തിലെ ഫലങ്ങൾക്ക് എന്താണോ നന്മ പറഞ്ഞിരിക്കുന്നത് അതിന് കൂടുതലായിട്ട് ഫലത്തിൽ വരികയും തിന്മ പറഞ്ഞിരിക്കുന്നത് കുറയുകയും ചെയ്യും, അളവിൽ കുറയുകയും ചെയ്യും. അതേസമയം കറുത്തപക്ഷത്തിലാണെങ്കിൽ നേരെ വിപരീതമാകും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കരണഫലത്തിലും. ശുക്ലപക്ഷത്തിലെ കരണത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ഒരേ കരണത്തിൽ, ഇപ്പോൾ കഴുതക്കരണത്തിലാണ് ജനിക്കുന്ന ഒരു കുട്ടി, അത് ശുക്ലപക്ഷത്തിൽ ജനിക്കുന്ന കുട്ടിയുടെ അതേ ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും അതിലെ ശുഭഫലങ്ങൾ എന്തൊക്കെയാണോ അത് ശുക്ലപക്ഷത്തിലുള്ള കുട്ടിക്ക് കൂടുതലായിട്ട് ലഭിക്കുകയും കറുത്തപക്ഷത്തിലുള്ള കുട്ടിക്ക് കുറഞ്ഞ് ലഭിക്കുകയും ഒക്കെ ചെയ്യും. അതാണ് നമ്മുടെ ഈ തമ്മിലുള്ള വ്യത്യാസം. അതേ വ്യത്യാസം ഇവിടെയും ഉണ്ട് എന്നർത്ഥം. അതായത് കരണഫലത്തിലുമുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു പഞ്ചാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആഴ്ച, തിഥി, ആഴ്ച, നക്ഷത്രം, തിഥി, കരണം, ഇങ്ങനെ 4 കഴിഞ്ഞു. അഞ്ചാമത്തേതാണ് നിത്യയോഗം. നിത്യയോഗം അത് നിത്യമുണ്ടാകുന്ന യോഗം, അതാണ് അർത്ഥം. അപ്പോൾ ഈ ചന്ദ്രസ്ഫുടവും
ചന്ദ്രനും സൂര്യനും കൂടെ ഒന്നിച്ചു കൂടുമ്പോഴുള്ള അതിനാണ് യോഗം എന്ന് പറയുന്നത്. കൂടിച്ചേരൽ, ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും കൂടിച്ചേരലിനെയാണ് ഈ നിത്യയോഗം എന്ന് പറയുന്നത്. നിത്യം ഉണ്ടാകുന്ന, എല്ലാ ദിവസവും ഇത് സംഭവിക്കുന്ന, അത് പഞ്ചാംഗത്തിൽ 5ാമത്തെ അംഗമാണ്. അംഗം എന്നാൽ അവയവം എന്നാണ് അർത്ഥം. അപ്പം പഞ്ചാംഗത്തിലെ 5ാമത്തെ അംഗമാണ് ഈ നിത്യയോഗം. അപ്പം ഈ നിത്യയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിത്യവും ഉണ്ടാകുന്ന യോഗമാണ് നിത്യയോഗം. അത് ചന്ദ്രനും സൂര്യനും കൂടിച്ചേരുന്നതിനെയാണ് നിത്യയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ചന്ദ്രസ്ഫുടവും സൂര്യസ്ഫുടവും കൂടെ ഒന്നിച്ചു കൂട്ടിയാൽ എന്താണോ കിട്ടുന്നത് അതാണ് നിത്യയോഗ സ്ഫുടം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പം ചന്ദ്രൻ 5 ഡിഗ്രി 5 രാശി 20 ഡിഗ്രി 40 ഭാഗയിലാണ് നിൽക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു ഞാൻ ഇന്ന്. അതേസമയം സൂര്യൻ നിൽക്കുന്നത് 3 രാശി 25 ഡിഗ്രിയിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കുക. അപ്പോൾ 5 രാശിയും 3 രാശിയും കൂടെ കൂട്ടുമ്പോൾ 8 രാശി എന്ന് കിട്ടും. ചന്ദ്രൻ നിൽക്കുന്നത് 20 ഡിഗ്രിയിലാണ്, സൂര്യൻ നിൽക്കുന്നത് 25 ഡിഗ്രിയിലാണ്. അപ്പോൾ ഈ 25ഉം 20ഉം കൂടെ കൂട്ടുമ്പോൾ 45 കിട്ടും. അതിൽ നിന്ന് 30 കുറയ്ക്കുമ്പോൾ 15 ബാക്കിയാവും. അപ്പം ഈ 30 കുറച്ചത് നമ്മൾ 8ൻ്റെ കൂടെ എടുക്കണം, രാശിയുടെ കൂടെ എടുക്കുമ്പോൾ 9 രാശി 15 ഡിഗ്രി 40 ഭാഗ എന്ന് കിട്ടും. അതായത് ഇന്നത്തെ നിത്യയോഗ സ്ഫുടം എന്ന് പറയുന്നത് 15 8 9 രാശി 15 ഡിഗ്രി 40 ഭാഗ എന്ന് പറയും. അപ്പോൾ 9 രാശി ആകുമ്പം 9 രാശി കഴിഞ്ഞു. അതായത് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനുരാശി കഴിഞ്ഞു. മകരൻ രാശിയിലേക്കാണ് ഇന്നത്തെ നിത്യയോഗ സ്ഫുടം വരുന്നത്. മകരൻ രാശിയിൽ 15ാമത്തെ ഡിഗ്രി 15 ഡിഗ്രി അപ്പോൾ കഴിഞ്ഞു. 40 ഭാഗയും കൂടെ ഉണ്ട്. 15 ഡിഗ്രി കഴിഞ്ഞു. 16ാമത്തെ ഡിഗ്രിയിൽ 40ാമത്തെ ഭാഗയിലാണ് നിൽക്കുന്നത്. അതാണ് ഇന്നത്തെ നിത്യയോഗ സ്ഫുടം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നിത്യയോഗ സ്ഫുടവും കാണണം. അപ്പോൾ ജനന സമയത്തിന് സൂക്ഷ്മപ്പെടുത്തുന്ന ഇത്തരത്തില് ചന്ദ്രസ്ഫുടവും ആദിത്യസ്ഫുടവും കൂട്ടിച്ചേർത്ത് നമുക്ക് നിത്യയോഗ സ്ഫുടം കാണാം. അപ്പോൾ ഈ നിത്യയോഗ സ്ഫുടം കണ്ടു കഴിഞ്ഞാൽ ഇതിനെ സംയോജിച്ചെടുക്കുന്ന സ്ഫുടത്തിൽ നിന്ന് 60 കലയിലധികമുണ്ട് എങ്കിൽ, ഇപ്പോൾ 12 രാശി, ഇപ്പോൾ ചന്ദ്രൻ നിൽക്കുന്നത് ചന്ദ്രസ്ഫുടം സൂര്യസ്ഫുടം ഇപ്പോൾ 3 രാശിയിലാണ്, 3 രാശി കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഏകദേശം വൃശ്ചിക മാസത്തിലൊക്കെ വരുമ്പോൾ സൂര്യസ്ഫുടം 7 രാശി കഴിഞ്ഞിട്ടാണ് വരുന്നത്. 7 രാശി 10 ഡിഗ്രി എന്ന് കൂട്ടിക്കൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചന്ദ്രസ്ഫുടവും അതുപോലെ 7 രാശി 10 ഡിഗ്രിയിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ, അപ്പോൾ ഉദാഹരണം ഞാൻ പറയുക, ചന്ദ്രസ്ഫുടം എന്ന് പറയുന്നത് 7 രാശി 10 ഡിഗ്രിയാണെന്ന് കൂടി, 10 ഡിഗ്രിയാണ്. 10 എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ ഇതായിട്ട് 20 ഡിഗ്രിയാണെന്ന് കൂട്ടിക്കോ. ചന്ദ്രസ്ഫുടം 7 രാശി 20 ഡിഗ്രിയാണ്. അപ്പോൾ സൂര്യസ്ഫുടവും 7 രാശി 20 ഡിഗ്രിയാണെന്ന് കണക്ക് കൂട്ടുക. അപ്പോൾ അങ്ങനെ വരുമ്പം 7 7 14 രാശി 20 40 ഡിഗ്രി എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ 20 40 ഡിഗ്രി എന്ന് പറയുന്നത് ഒരു രാശി 10 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു രാശി ഇപ്പുറത്തോട്ട് പോയി. അപ്പം 40ൽ നിന്ന് 30 പോയി കഴിഞ്ഞാൽ ബാക്കി 10 ഉണ്ട്. ഇപ്പം 10 ഡിഗ്രിയിൽ അവിടെ നിൽക്കുകയാണ്. ഇവിടുന്ന് എടുക്കുന്ന ഒരു രാശിയും 7 7 14 എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ 15ഉം കൂടെ കൂട്ടിയാൽ 15 രാശി 10 ഡിഗ്രി എന്ന് നമുക്കതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ ഈ 15 രാശി എന്നുള്ളതില്ല, 12 രാശിയുള്ളൂ. അപ്പോൾ അവിടുന്ന് 12 രാശി അങ്ങ് കുറയ്ക്കുക. ബാക്കി കിട്ടുന്നത് 3 രാശി 10 ഡിഗ്രി. ഇതാണ് നമ്മൾ ഈ നിത്യയോഗ സ്ഫുടമായിട്ട് കാണേണ്ടത്. ഇപ്പോൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് 12 രാശിയിലധികം വരുമ്പോൾ, നിത്യയോഗ സ്ഫുടം വരുമ്പോൾ അത് 12 കുറയ്ക്കുക, ബാക്കി കിട്ടുന്നതാണ് ആ നിത്യയോഗ സ്ഫുടം. ഇങ്ങനെ എടുക്കുക. അപ്പം ഉദാഹരണമൊക്കെ ഞാൻ നോട്ടിൽ തന്നിട്ടുണ്ട്. അപ്പം നിത്യയോഗം എന്ന് പറയുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞു,
ചന്ദ്രാദിത്യ യോഗം, സൂര്യചന്ദ്രയോഗം എന്നൊക്കെ പല പേരുകളിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ രവി ഇന്ദു യോഗം, ഇതെല്ലാം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പര്യായ പദങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. രവി ഇന്ദു യോഗം, രവീന്ദു യോഗം, രവി പ്ലസ് ഇന്ദു അവർ തമ്മിൽ കൂടി ചേരുമ്പോഴുള്ള യോഗത്തിനാണ് രവി ഇന്ദു യോഗം, ചന്ദ്രാദിത്യ യോഗം എന്നൊക്കെ പറയാം. അപ്പം ഇത് ഓരോന്നിനും ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് വിഷ്കംഭം, പ്രീതി, ആയുഷ്മാൻ, സൗഭാഗ്യം, ശോഭനം, അതികണ്ഠം, സുകർമ്മ, ധൃതി, ശൂലം, ഗണ്ഡ, വൃദ്ധി, ധ്രുവം, വ്യാഘാതം, ഹർഷണം, വരിയാൻ, വജ്രം, സിദ്ധി, വ്യതിവാദം, വരിയാൻ, പരീഖ, ശിവ, സിദ്ധ, സാധ്യ, ശുഭ, ശുഭ്ര, ബ്രാഹ്മ, ആഘാത അല്ലെങ്കിൽ മഹേന്ദ്ര, വൈദ്രുത. അപ്പം ഇത്രയും 27 യോഗങ്ങളുണ്ട്. അപ്പം ചന്ദ്രനും സൂര്യനും ചേരുമ്പോൾ കൃത്യമായിട്ട് 27 നക്ഷത്രങ്ങൾ ഉള്ളതുപോലെ തന്നെ 27 ഈ നിത്യയോഗങ്ങളുമുണ്ട്. ആ നിത്യയോഗങ്ങൾക്ക് 27നും പ്രത്യേകം പേരുകളുമുണ്ട്. ഇതാണ് ക്രമത്തിൽ ഈ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓരോ നിത്യയോഗവും ഈ നമ്മൾ തിഥി കരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ തന്നെ അതിനെല്ലാം ഫലങ്ങളുള്ളതുപോലെ തന്നെ ഓരോ നിത്യയോഗത്തിനും ഫലമുണ്ട്. ഇപ്പോൾ വിഷ്കുംഭയോഗത്തിൽ വിഷ്കംഭയോഗം, വിഷ്കുംഭയോഗം എന്നൊക്കെ ഇതിന് രണ്ടും പ്രത്യേകം പറയാറുണ്ട്. വിഷ്കംഭയോഗത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് ദീർഘദർശിയായിരിക്കും, ആ വ്യക്തി ദീർഘദർശിയായിരിക്കും. ശത്രുക്കളെ ജയിക്കുന്നയാളായിട്ടും അല്പം കൂനുള്ള ശരീരത്തോടു കൂടിയായിരിക്കും. കാമപരവശത്തോടു കൂടിയുള്ളതായിരിക്കും. സ്വതന്ത്ര ചിന്താഗതിയുള്ളയാളായിരിക്കും. പശുക്കൾ അല്ലെങ്കിൽ മൃഗസമ്പത്തുള്ള ആളായിരിക്കും. മന്ത്രനിപുണനായിട്ടും ഭവിക്കും. അപ്പം ഇങ്ങനെയാണ് വിഷ്കംഭനാമത്തിൽ നാമ നിത്യയോഗം. ഓരോ നിത്യയോഗത്തിനും ധ്രുവനാമ നിത്യയോഗം ഇങ്ങനെയാണ് നമ്മൾ പഞ്ചാംഗത്തിൽ രേഖപ്പെടുത്തുന്നത്. അപ്പം പഞ്ചാംഗത്തിൽ രേഖപ്പെടുത്തുമ്പോൾ കൊല്ലവർഷം 1199 ആണ്ട് കർക്കിടക മാസം 25-ാം തീയതി അത്തനക്ഷത്രം. 25-ാം തീയതി കഴിഞ്ഞാൽ ആഴ്ചയാണ് പിന്നെ വരുന്നത്. ഇന്നിപ്പം വെള്ളിയാഴ്ച ദിവസം അത്തം നക്ഷത്രം. ആഴ്ച കഴിഞ്ഞാൽ തിഥി, അത് കഴിഞ്ഞാൽ നക്ഷത്രം, അത് കഴിഞ്ഞാലാണ് കരണം എഴുതേണ്ടത്. അത് കരണം കഴിഞ്ഞ് ലാസ്റ്റിലാണ് നിത്യയോഗം. ഇപ്പം ഹർഷണനാമ നിത്യയോഗത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജാതകം എഴുതുന്നത്. അപ്പം നിത്യയോഗത്തിലെ ഓരോ നിത്യയോഗത്തിൽ ജനിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഫലമുണ്ട്. ഈ ഫലങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഫലങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്നിപ്പോൾ 24 22 22, അതായത് സാധ്യനാമ നിത്യയോഗത്തിലാണ് ഇപ്പം ഈ 4-ാം പാദം വരുന്നത്. ഇങ്ങനെ ശോഭന നിത്യയോഗത്തിൽ ജനിക്കുന്നയാളാണ് സമ്പത്തും സുഖവും മൃഷ്ടാന്ന ഭോജനവും ഉള്ളയാളായിട്ടും കാമിയായിട്ടും അല്പകാര്യങ്ങളെ ചെയ്യുന്നയാളായിട്ടും ഏറ്റവും ഉത്സാഹിയായിട്ടും ദേവകാര്യത്തിൽ താല്പര്യമുള്ളയാളായിട്ടും ധീരനായിട്ടും ബന്ധുക്കളോടുകൂടി ഉള്ളയാളായിട്ടും ഒക്കെ ഭവിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ നിത്യയോഗത്തിൻ്റെ ഫലം ഉണ്ട്. ആ പേരിൽ തന്നെ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ 27 നിത്യയോഗങ്ങൾക്കും ഫലമുണ്ട്. ആ നിത്യയോഗങ്ങളുടെ ഫലവും വായിച്ചു മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പഞ്ചാംഗ ഫലങ്ങൾ, ഇപ്പം ഇപ്പം തിങ്കളാഴ്ച ജനിച്ചാൽ എന്ത് ഫലം, അത് നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ തിങ്കളാഴ്ച ഒരു കുട്ടിയുടെ ജാതകം എഴുതുമ്പോൾ തിങ്കളാഴ്ച ദിവസമാണ് ജനിച്ചതെങ്കിൽ, ഇപ്പോൾ ഇന്നത്തെ കാര്യം നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇന്നിപ്പോൾ തിങ്കളാഴ്ച ദിവസമാണ്. ആഴ്ചയുടെ തിങ്കളാഴ്ച ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് വെള്ളിയാഴ്ച ജനിച്ചാലുള്ള ഫലത്തെ എഴുതി വെക്കുക. പഞ്ചാംഗ ഫലം എന്നും പറഞ്ഞ് നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ വെള്ളിയാഴ്ച ജനിച്ചാലുള്ള ഫലം എഴുതി വെക്കുക. പിന്നീട് ആഴ്ച, നക്ഷത്രം, തിഥി, നക്ഷത്രം. അപ്പം ഇന്നത്തെ അത്ത നക്ഷത്രത്തിൽ ജനിച്ചാലുള്ള ഫലത്തെ എഴുതി വെക്കുക. തിഥി, അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ
പഞ്ചമി തിഥിയാണ്, വെളുത്ത പക്ഷത്തിലെ പഞ്ചമി തിഥിയാണ്. അപ്പോൾ വെളുത്ത പക്ഷത്തിലെ പഞ്ചമി തിഥിക്കും കറുത്ത പക്ഷത്തിലെ പഞ്ചമി തിഥിക്കും ഫലം ഒന്ന് തന്നെയാണ്. പക്ഷെ വെളുത്ത പക്ഷത്തിലെ പഞ്ചമി തിഥിക്ക് ശുഭഫലങ്ങൾ കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ പഞ്ചമി തിഥിയുടെ ഫലം എന്താണോ അത് എഴുതി വെക്കുക. പിന്നീട് തിഥി കഴിഞ്ഞു, ആഴ്ച നക്ഷത്രം തിഥി കഴിഞ്ഞു. തിഥി കഴിഞ്ഞാൽ പിന്നെ കരണമാണ്. കരണം ഇന്നിപ്പം ഇന്ന് പുലിക്കരണമാണ്. പുലിക്കരണത്തിൽ ജനിച്ചാലുള്ള ഫലത്തെ എഴുതുക. അത് കഴിഞ്ഞിട്ട് സാധ്യനാമ നിത്യയോഗത്തിൽ ജനിച്ചാലുള്ള ഫലത്തെ എഴുതുക. അപ്പോൾ ഇങ്ങനെ 5 അംഗങ്ങളുടെയും ഫലത്തെ നമ്മൾ എഴുതി കഴിഞ്ഞു. എഴുതി കുട്ടിയുടെ ജാതകത്തിൽ അത് പൂർത്തിയായി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ അതായത് വ്യതിവാദ ധൂമാദി പഞ്ചസ്ഫുടം, അതായത് ധൂമസ്ഫുടം, വ്യതിവാദസ്ഫുടം, പരിവേഷസ്ഫുടം, ഇന്ദ്രജാവസ്ഫുടം, ധൂമകേതുസ്ഫുടം, ഇങ്ങനെ 5 പഞ്ചധൂമങ്ങൾ ഏതൊക്കെയാണെന്നും അത് എങ്ങനെയാണ് അതിൻ്റെ സ്ഫുടങ്ങൾ കാണുന്നതെന്നും ആ സ്ഫുടങ്ങളുടെ അതിൻ്റെ കണ്ടാലുള്ള പ്രയോജനത്തെ കാര്യത്തിൽ നമുക്ക് പിന്നീട് അത് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് തിഥി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും, തിഥി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കരണം കണ്ടുപിടിക്കുന്നതും, തിഥിയുടെ പകുതിയാണ് കരണം. 4-ാം തീയതിയാണ് വരുന്നതെങ്കിൽ അതിൽ സിംഹകരണവും പുലിക്കരണവും വരും. അങ്ങനെ കരണം കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീട് നിത്യയോഗത്തിലേക്കാണ് പോകുന്നത്. നിത്യയോഗം കണ്ടുപിടിക്കുന്നത് സൂര്യസ്ഫുടവും ചന്ദ്രസ്ഫുടവും കൂടെ ഒന്നിച്ച് കൂട്ടിയാൽ എവിടെയാണോ വരുന്നത് അതാണ് നിത്യയോഗം. അപ്പോൾ അത് ഓരോ തീയതിയുടെ അനുസരിച്ചിട്ട് നിത്യയോഗം കണ്ടുപിടിക്കാനുള്ള മാർഗമുണ്ട്. പിന്നീട് ഇതിനെല്ലാം ഫലങ്ങൾ നമ്മൾ എഴുതി വെക്കുക. തിഥിക്ക് 27 നിത്യയോഗം. 27 നിത്യയോഗങ്ങളുണ്ട്. ആ നിത്യയോഗങ്ങൾക്ക് ഓരോ പേരുണ്ട്. ആ പേര് അതാത് പേരിൽ വരുന്നതിനൊരു ഫലമുണ്ട്. അത് ജാതകത്തിൽ എഴുതുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജാതകരചന എന്ന ഭാഗത്തിൽ പാഠഭാഗം 6-ൽ പറയാനുള്ളത്. ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഫലഭാഗം നിങ്ങൾ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി വെക്കുക. കുറേയൊക്കെ കാര്യങ്ങൾ നമ്മളിപ്പം ആനക്കരണത്തിൽ ജനിച്ചാൽ എന്താണെന്നുള്ളത് ഒരു 1-2 പ്രാവശ്യം മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. കാരണം ഇത് ആനയുടെ ശരീരം, ആന എന്ന മൃഗത്തിനെ കുറിച്ചാണ്, ആ മൃഗത്തിൻ്റെ സ്വഭാവമാണ് അതിനകത്ത് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കത് മനസ്സിലാകും. പിന്നെ ഫലം പറയാൻ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവരും തരുന്ന നോട്ടുകൾ വായിക്കുക, വീഡിയോകൾ കാണുക കൃത്യമായിട്ട്. അതുകൂടാതെ ഹോംവർക്ക് തരുന്നത് രേഖപ്പെടുത്തുക, ചെയ്ത് എനിക്ക് അയച്ചു തരിക. ഇത്രയും കാര്യങ്ങളിലൂടെ കൃത്യമായിട്ട് ചെയ്യണം. നമുക്ക് അതായത് മടി കാണിക്കുന്നവരെ നമുക്ക് അവരോട് തുറന്ന് പറയുക എന്നുള്ളതാണുള്ളൂ. നമുക്ക് ഒരു 3-4 പേരാണെങ്കിലും കൃത്യമായിട്ട് അതിനകത്ത് ഇൻട്രസ്റ്റ് കാണിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ക്ലാസ് എടുക്കാൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പം വെറുതെ ഇത് നിങ്ങൾ അല്ലെങ്കിൽ ഫീസ് തന്നിട്ട് ഇത് വെളിയിൽ നിന്നല്ല ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് പോലെ കേട്ടിട്ട് കാര്യമില്ലല്ലോ. പഠിക്കണമല്ലോ. നമ്മൾ പഠിപ്പിക്കുന്നവർ അത് നല്ല രീതിയിൽ പഠിച്ചെടുക്കുന്നു എന്ന് കാണുമ്പോഴാണ് പഠിപ്പിക്കാനും ഒരു താല്പര്യമുണ്ടാകുക. അപ്പോൾ എന്തായാലും നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ തിഥിസ്ഫുടം തുടങ്ങിയ കാര്യങ്ങൾ കാണേണ്ട വിധമൊക്കെ വീഡിയോ ഞാനിപ്പോൾ തന്നെ ഇന്ന് അയച്ചേക്കാം. അപ്പോൾ അത് കാണുക. അപ്പോൾ നമുക്ക് മംഗളശ്ലോകം ചൊല്ലി നിർത്താം. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ അടുത്ത ദിവസം കാണാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. നമസ്കാരം. നമസ്കാരം.